ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടോ സന്തോഷമായിട്ടോ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കണേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ഞാൻ വ്ളോഗിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടിപ്പ് എന്ന് പറഞ്ഞു തരാൻ മാത്രമൊന്നുമില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന ഒരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിന്ന് പെഡിക്യൂർ ചെയ്യാണ് കേട്ടോ. കാലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്ന് കുളിച്ച സമയത്ത് കാല് ഉരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ അതേ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ചൂടുവെള്ളമല്ല, നോർമൽ പച്ച വെള്ളമാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഷാമ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഷാമ്പൂവും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 രൂപയുടെ ഒരു പാക്ക് ഷാമ്പൂ ഇല്ലേ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഈ ഒരു ടൈമിൽ ഞാൻ കാല് ഇതിൽ ഇറക്കി വെച്ചതിന് ശേഷം സംഗീത് കുമാർ എന്നൊരു ആളുടെ ചാനൽ കാണുമായിരുന്നു കേട്ടോ. ആ ഒരു ചാനൽ ഞാൻ ഇതിൽ കാലിറക്കി വെച്ചതിന് ശേഷം ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഉരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ കാല് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കാലൊക്കെ നന്നായിട്ട് ഉരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാലും നഖവും ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ മിഞ്ചി ഉണ്ടല്ലോ, ആ മിഞ്ചിയുടെ ഒരു ഭാഗമൊക്കെ നമ്മൾ ശരിക്കും ക്ലീൻ ചെയ്തെടുക്കുക. അതിന് ശേഷം അതേ നെയിൽ കട്ടറിൽ നമ്മൾ ചളി കളയുന്നൊരു പോർഷനില്ലേ, ആ ഒരു സംഭവം എടുത്തിട്ട് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഞാൻ കല്ലിൽ പോയിട്ട് കാലിൻ്റെ മടമ്പ് ഭാഗം നമ്മൾ ഉരക്കില്ലേ, അങ്ങനെ ഉരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷം പച്ചവെള്ളത്തിൽ നോർമൽ വെള്ളത്തിൽ കഴുകി അതിന് ശേഷം നമ്മളൊരു പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പാക്കൊന്നും അല്ല, സത്യത്തിൽ ഇത് പാക്കല്ല. ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ക്രബാണ് കേട്ടോ. ഇത് മുഖത്ത് തേക്കുന്ന ഒരു സംഭവമാണ്. ഏട്ടൻ നാട്ടിൽ വന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്, മുഖത്ത് തേക്കുന്നതാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഈ റാഗി ഉണ്ടല്ലോ, ആ റാഗിയിലുള്ളൊരു തരിയില്ലേ, അതുപോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അത് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫേസിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫേസിൽ അപ്ലൈ ചെയ്യണതാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ, ഇതിന് നല്ലൊരു സ്മെല്ലാണ്. ഞാൻ ആ കൊണ്ടുവന്ന ഒരു ടൈമിൽ ഒറ്റ തവണ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. നല്ല സാധനമായിരിക്കും എന്ന് വിചാരിച്ച് യൂസ് ചെയ്തതാണ്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പ്രാവശ്യം തേച്ചു കേട്ടോ. ആ ഒരു ടൈമിൽ എൻ്റെ മുഖത്ത് കുരു വന്നിട്ടുണ്ടായിരുന്നു, കവിളത്ത് കുരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് നിർത്തി. അപ്പോൾ ഇതിലൊരു എണ്ണമയം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് ഞാനത് നിർത്തി കേട്ടോ. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഏട്ടനായാലും മക്കളായാലും ഞാനായാലും ഈ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഏതായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമല്ലോ എന്നുള്ളത് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത സംഭവമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഫേസിൽ ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. പൗഡർ എന്നുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചത് സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കാലിലൊക്കെ ഒന്ന് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ പെട്ടെന്ന് അങ്ങനെ ഉരച്ചു എന്ന് വിചാരിച്ച് പോകുന്ന ഒരു സംഭവമല്ല കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല, നന്നായിട്ട് ഉരച്ച് കളഞ്ഞാൽ തന്നെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷും കൂടെ എടുത്തിട്ടാണ് പിന്നെ അതൊന്ന് കളഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനുവാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഇളകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് അതുപോലെ ചെറുനാരങ്ങ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ സ്ക്രബായിട്ട് എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക, ഒരു പാക്കായിട്ട് ഇട്ട് കൊടുക്കുക, അതും കൂടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്.
പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പാക്കിൻ്റെ കാര്യമാണെങ്കിൽ ഓക്കെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ കാല് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ സാധാ വെള്ളത്തിൽ പുതർത്തി വെച്ച് കഴുകിയാൽ തന്നെ നമ്മൾ കാല് നല്ല നീറ്റായിട്ട് വിരിക്കും. അതാണ് സംഭവം. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എനിക്കുള്ള അനുഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ കാല് നന്നായി പുതർത്തിയതിന് ശേഷം ഉരച്ച് കഴുകിയാൽ തന്നെ മതി. പണ്ടൊക്കെയുള്ള ആൾക്കാർ കണ്ടിട്ടില്ലേ നിങ്ങൾ പുഴയിലൊക്കെ കുളിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കാലൊക്കെ നീറ്റായിരിക്കുന്നത്. പിന്നെ ഇത് ഗ്യാസ് നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്യാസ് ലീക്കായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. അപ്പോൾ ഗ്യാസ് രാവിലെ മുതൽ ലീക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ലാസ്റ്റ് ഏട്ടൻ വീഡിയോ കോളിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ഞാൻ അതിൻ്റെ കുറ്റീൻ്റെ ഉള്ളിലുള്ള വാഷറൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒക്കെ ഒന്ന് മാറ്റി വേറെ വാഷറിട്ട് കൊടുത്ത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുപയർ ചോറായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഗ്യാസ് പേടിച്ചിട്ട് അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. പിന്നെ അതേ നമ്മൾ ഇത് രാവിലത്തെ കാര്യമാണ് കേട്ടോ. രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ദോശയും ചട്നിയായിരുന്നു രാവിലേക്ക് ഇട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മൾ ഗ്യാസൊക്കെ ശരിയാക്കിയതിന് ശേഷം നെയ്യും കൂട്ടിയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ ശർക്കര കാപ്പിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. പുതുതായി നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കും കേട്ടോ. ഓക്കെ, ബായ്. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.